എന്റെ ഓണി എന്റെ പുറത്ത് കൈവയ്ക്കുന്നു. എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഐ എം നോട്ട് ഹാപ്പി. ചേട്ടാ പഴയ സൂപ്പർ സ്റ്റാറിന്റെ പോസ് കൊടുക്കുന്നേ. എടാ വിട്ടേക്ക്, നീ കൊടുക്കുന്ന പോസ് കണ്ടല്ലേ നിനക്കെന്താ വാദം പിടിച്ചെന്ന് എല്ലാവരും വിചാരിക്കും. സംശയമുണ്ടോ? തോത്താറാമേ ദാ ഇതുപോലത്തെ പോസ് കൊടുക്കേ. ആ ഇതുപോലെ കൊടുത്താലുണ്ടല്ലോ നല്ല ബലശാലിയാണെന്ന് വിചാരിക്കും. ഒറ്റയ്ക്ക് ഒരു കാറിനെ തള്ളാൻ കഴിയുമെന്ന് വിചാരിക്കും. നിങ്ങളൊന്നും മിണ്ടായിരിക്കേ. ജിമ്മിൽ വെക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫി വേണം. തോത്തറാമേ ബോഡി ബിൽഡർ പോസ് കൊടുക്ക്. വാവ്, പെർഫെക്റ്റ്, ഫാന്റാസ്റ്റിക്. ഇത്ര ദിവസമായിട്ട് ഞാൻ ഏത് മോഡലിന് വേണ്ടിയാണോ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ മോഡൽ എനിക്ക് കിട്ടിയിരിക്കുവാണ്. ഐ ആം ഹാപ്പി. അല്ല നിങ്ങൾ ആരാണ്? ഞാനാണ് ക്രിയേറ്റീവ് ഹെഡ്. എന്ത് ഹെഡ്? ഇങ്ങനെ ഒരു ഹെഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. എടാ ഒരു ഡിറ്റക്റ്റീവ് ഹെഡ് ആയിരിക്കും. സംശയമുണ്ടോ? അതെ, ഞാൻ ഡിറ്റക്റ്റീവായി മാറിയിരിക്കുകയാണ്. ഇത്ര നല്ല മോഡലാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഐ ആം ഹാപ്പി. ഐ ഹാപ്പി. ഐ എം ഹണി. എടാ കഴുതേ, അവരുടെ പേര് ഹാപ്പി എന്നല്ല. അവര് പറഞ്ഞതേ അവർക്ക് സന്തോഷം ഉണ്ടെന്നാ. സംശയമുണ്ടോ? അല്ല, എന്റെ പേരും ഹാപ്പി എന്നാണ്. നിങ്ങളുടെ പേരെന്താണ് ഹാൻസം? കിറ്റ് കിറ്റ്. പക്ഷെ സ്നേഹമുള്ളവർ എന്നെ കിറ്റ് കിറ്റ് എന്നാ വിളിക്കാറ്. എന്റെ ബോയ് ഹാൻസം എന്ന് പറഞ്ഞാൽ ഞാനാണ്. അല്ലേ മേഡം? അതെ. അങ്ങയുടെ പേരെന്താണ്? തോത്താറാം. തോത്താറാമെന്നോ? നോട്ട് വർക്കിംഗ്. ഇന്നു മുതൽ നിങ്ങളുടെ പേര് TR എന്നാ. ടയർ. ഇതെന്താ പേരാണിത്? അത് ശരി. അപ്പൊ ടയറിന് പേരുണ്ടോ? ടയർ എന്നല്ല, TR. പരസ്യലോകത്ത് ഇങ്ങനെയുള്ള പേരെ വർക്കൗട്ട് ആവും. അതെ, എനിക്ക് ആഡ് ഏജൻസി ഉണ്ട്. എന്റെ പുതിയ ആടിന് വേണ്ടി TR-നെ ഞാൻ മോഡലാക്കാൻ പോവുകയാണ്. സൽമാനൊപ്പമാണ് ഷൂട്ടിംഗ്. സൽമാനോ? എന്നാ പിന്നെ ഞാനും വരും. അതെ ബോയ്, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. സോറി, ഏജൻസിയുടെ പോളിസിയാണ് നോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അലൗഡ്. ഫ്രണ്ട്സ്, മാഡം, വി ആർ പ്രൊഫഷണൽസ്. ഞാൻ ഇദ്ദേഹത്തിന്റെ മാനേജരാ. ഞാൻ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ. ഞാനില്ലാതെ അദ്ദേഹം ഒരു ഫോട്ടോഷൂട്ട് നടത്തില്ല. സംശയമുണ്ടോ? ഞാൻ കുക്കം ഡയറ്റീഷ്യൻ. അപ്പൊ ഞാനോ? കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പൊ ഇദ്ദേഹം TR-ന്റെ ആരാണ്? ഞാൻ ഭായ്. ഇത് ബോയ്, സ്പോട്ട് ബോയ്, ടോട്ടൽ ടീം. ശരി, നാളെ 9 മണിക്ക് സ്റ്റുഡിയോ 10-ലാണ് ഫോട്ടോ ഷൂട്ടിംഗ്. അവിടെ വെച്ച് നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാം. ബൈ. ഭായ് അങ്ങ് മോഡലായിരിക്കാണ് ഭായ്. അതൊക്കെ എങ്ങനെയാടാ? ഞാനൊരു സംഭവം തന്നെയാ. വെരി ഗുഡ്. ഐ ആം ഹാപ്പി. വെൽക്കം. സോർദാർ, നീ എന്തിനാ ഈ ട്രോളി കൊണ്ടുവരുന്നത്? കോസ്റ്റ്യൂം ഡിസൈനർ ഹണിയല്ലേ? ടീം വർക്ക്, മനസ്സിലായോ? ഐ ആം ഇംപ്രസ്ഡ്. പക്ഷെ ഇന്നലെ പറഞ്ഞതേ ഹാപ്പി എന്നാണ്. പേര് ഹാപ്പി എന്ന് തന്നെയാണ്. നിങ്ങൾ കാരണം ഞാൻ ഇംപ്രസ് ആയിരിക്കുക. ശരി, വാ ഫോട്ടോഷൂട്ട് തുടങ്ങാം. അല്ല, സൽമാൻ എവിടെ? അദ്ദേഹം ഫോട്ടോഷൂട്ടിനൊന്നും വരില്ല. അദ്ദേഹം നാളെ ഷൂട്ടിനെ വരികയുള്ളൂ. ഓക്കേ, തോത്തറമേ വാടാ. ഓ എടാ, അവന്റെ മുഖത്ത് ലൈറ്റ് അടിക്ക്.
ആരും പറയുന്നത് കേൾക്കുന്നില്ല. ഇങ്ങനെ പോയ പോപ്പട്ടിന് ദേഷ്യം വരും. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഈ ഞാൻ തന്നെ ലൈറ്റ് അടിക്കാം. നിർത്ത് അയ്യോ നീ എന്താ ഈ കാണിക്കുന്നേ? അത് പിന്നെ പോപ്പട്ട് തോത്താറാമന്റെ മുഖത്ത് ലൈറ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് സൂക്ഷിച്ച്, ഈ മരമണ്ട തീർച്ചയായിട്ടും മുഖത്തോടൊപ്പം താങ്കളുടെ കരിയർ അവസാനിപ്പിക്കും. വാവ്, ക്രെയിൻ ഇല്ലാതെ തന്നെ ടോപ്പ് ആംഗിൾ ഷോട്ട്. ഐ ആം ഹാപ്പി. എടാ തോത്താറാം, അല്പം പുറകിലേക്ക്. തോത്തറമേ, അല്പം പുറയിലേക്ക്. എന്താടത്? ഇനി പുറകെ പോയാലേ ഞാൻ സ്റ്റേജിന്റെ പുറകിൽ പോകേണ്ടി വരും. ഇവിടെ തന്നെ പിടിക്കാം. ഹാപ്പി. നീ ഇപ്പൊ തന്തൂരി പൂച്ചയായി മാറിയേനെ. സംശയമുണ്ടോ? ഇന്ന് ബായിയുടെ ആദ്യത്തെ ഷൂട്ടാണ്. ബായി ആരാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. വന്നോ? ഐ ആം ഹാപ്പി. വരൂ, ഡയറക്ടർ പരിചയപ്പെടാം. സർ, ഇത് TR ആണ്, നമ്മുടെ മോഡലാണ്. സൽമാൻ സാറിനൊപ്പം ഷൂട്ടിങ്ങിന് വന്നതാണ്. എന്തായത്? ഇയാളെ ബനിയനെ ലുങ്കി ഉടുപ്പിക്ക. എന്താ ഇത്? ബനിയനെ ലുങ്കി ഇട്ടിട്ട് ഷൂട്ട് ചെയ്യണമെന്നോ? ഇത് ആരാണെന്ന് അറിയാമോ? ഞാൻ ഡയറക്ടറാണ്. നീ എന്നോട് ചോദിക്കാണോ? എടോ, ഇത് ദരിദ്രനായ ഒരു കർഷകനാണ്. തനിക്കെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, താൻ ആരാ ദരിദ്രൻ പറഞ്ഞേ? TR, നിങ്ങളുടെ ക്യാരക്ടർ ഒരു ദരിദ്രനായ കർഷകനാണ്. അതുകൊണ്ടാണ് ലുങ്കിയും ബനിയനും ഇടാൻ പറഞ്ഞത്. വിടാനാ പറഞ്ഞു. പിന്നെ ഇനി എന്നെ പൊക്കുവാണെങ്കിൽ തന്നെ പൊക്കാൻ ഇവിടെ വേറൊരുത്തനുണ്ട്. എന്ത്? ഇവൻ പൊക്കോന്നോ? എന്റെ ഭായി ട്രെയിലർ കാണിച്ചു കൊടുക്ക്. തോത്തറാമേ നിക്ക്. നീ ഇവിടെ പണിയെടുക്കാനാ വന്നത്, തല്ലുണ്ടാക്കാനല്ല. ഗുണ്ടായിസം കാണിക്കാണോ? ഐ ഡോണ്ട് വാണ്ട് ഹിം. ഷൂട്ടിംഗ് ബാക്കപ്പ്. നീ എന്താ കാണിച്ചത് TR? തന്റെ മോഡലിംഗ് കരിയർ തുടങ്ങുന്നതിന് മുൻപ് അവസാനിച്ചല്ലോ. വാ, ഡയറക്ടറോട് സോറി പറയാം. ഹാപ്പി പറഞ്ഞത് ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സോറി. നീ വേഗം പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് വാ. അതാ സൽമാൻ സാർ എത്തി. സൽമാൻ സാർ വന്നു, വേഗം വാ. സൽമാൻ എവിടെ? സൽമാൻ എവിടെ? കാണുന്നില്ലല്ലോ. സൽമാൻ എവിടെ? എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് മാറി നിൽക്ക്. മാറി നിൽക്കാനല്ലേ പറഞ്ഞേ? സൽമാന്റെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്നു നിന്നെ ഞാൻ. ഇതാ പിടിച്ചോ. നീ ആരാടാ? എന്റെ ഓണി എന്റെ പുറത്ത് കൈവയ്ക്കുന്നു. എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഐ ആം നോട്ട് ഹാപ്പി. ഞങ്ങൾ സൽമാനെ കാണാനാണ് വന്നത്. അപ്പോഴേക്ക് ഇവർ ഞങ്ങളെ തല്ലാൻ തുടങ്ങി. അതെ, ഇതാണ് സൽമാൻ സർ. എന്ത്? സൽമാൻ അഹമ്മദ് വലിയ ഫേമസ് മോഡലാണ്. ഇദ്ദേഹത്തോടൊപ്പമാണ് ഇന്ന് ഷൂട്ടിംഗ്. ഞാൻ പോവുകയാണ്. നോ സർ, പ്ലീസ്. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും.
ആ ശരി ശരി ഷൂട്ട് ചെയ്യാം. പക്ഷെ ഈ 4 മട്ടന്മാരെ എന്റെ മുന്നിൽ വരാൻ പാടില്ല. അതെ ബായ്, ഒന്നും തന്നെ നടക്കില്ല. എന്റെ കൂട്ടുകാർ ഇവിടെ തന്നെ ഉണ്ടാവും. അവരിവിടെ ഇല്ലെങ്കില് ഞാൻ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കില്ല. നീ എന്തായി കാണിക്കുന്നേ? ഇത് നിന്റെ കരിയറിന്റെ പ്രശ്നമാണ്. ഇതിൽ എന്താ പ്രശ്നമുള്ളത്? ഞങ്ങൾ പുറത്ത് നിന്നോളാം. ആ അതെ, ഞങ്ങൾ എന്തായാലും സൽമാനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ഇത് സൽമാൻ അല്ല, സൽമാന്റെ ഡ്യൂപ്പാണ്. പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ സർ. ഐ ആം ഹാപ്പി. ഡയറക്ടർ സാർ ഷോട്ടിനെ പറ്റി പറഞ്ഞു തരും. സാർ നമസ്കാരം സാർ. ശരി ഷോട്ട് പറയേ. തീർച്ചയായും സാർ. സാർ ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മേഘങ്ങളെല്ലാം കൂടുകയാണ്, മിന്നലടിക്കുകയാണ്, കാറ്റ് വരാൻ പോവുകയാണ്. ചേട്ടായി സ്പെഷ്യൽ എഫക്ട്സ് ഒന്നും വേണ്ട. ലൈൻ പറയേ, ലൈൻ. അങ്ങ് കഷ്ടപ്പെടുന്നത് മുകളിലിരിക്കുന്ന ആളിന് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് TR വരുന്നു, എന്നിട്ട് സഹായിക്കാമെന്ന് പറയുന്നു. അദ്ദേഹം കിളയ്ക്കുന്നു, എല്ലാ പണിയും തീർക്കുന്നു. അങ്ങ് സർപ്രൈസ്. എത്രയും പെട്ടെന്ന് എങ്ങനെ പണി കഴിഞ്ഞു? ഇദ്ദേഹം പറയുന്നു, ഞാൻ മുണ്ടുവിന്റെ പഞ്ചാമൃതം കഴിക്കുകയാണ്. ശക്തി കിട്ടാൻ നല്ലത് മുണ്ടുവിന്റെ പഞ്ചാമൃതം. കഴിഞ്ഞു. കിളയ്ക്കുന്നവൻ അവൻ, ഡയലോഗ് പറയുന്നത് അവൻ, ബോഡി ഇവൻ കാണിക്കും, ടാഗ് ലൈൻ ഇവൻ തന്നെ പറയും. പിന്നെ എന്തിനാണോ എന്നെ ലോളിപോപ്പ് കഴിക്കാനാണോ വിളിച്ചത്? ഞാൻ ആഡ് ചെയ്യില്ല. സർ പറയുന്ന കേൾക്കൂ. വണ്ടി എടുക്കണോ? ആ സാർ ദേഷ്യപ്പെട്ടു പോയി. ഷൂട്ടിംഗ് ക്യാൻസൽ. ഓ പ്രോബ്ലം തുടങ്ങി. എന്റെ ബായ്, കരിയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പണി തീർന്നു. ഞാനൊരു കാര്യം പറയട്ടെ മേക്കപ്പ് എന്ന് പറഞ്ഞേക്കോ. സാറേ, ഷൂട്ടിംഗ് നടത്താവുന്നതേ ഉള്ളൂ. സൽമാൻ റോൾ പോപ്പട്ടിയും 2 തത്തമയുണ്ട്. നല്ല രസമായിരിക്കും. പക്ഷേ ഇവൻ എങ്ങനെ കിളയ്ക്കും? സാറേ, അതൊരു പ്രശ്നമേ അല്ല. ഇവൻ ട്രീ ഹൗസ് ചെയ്യും. മുണ്ടു പഞ്ചാമൃതം കൊണ്ടാണ് ഇവന് ഇത്രയും വലിയ ശക്തി കിട്ടിയെന്ന് ഇവൻ പറയുന്നു. അങ്ങ് എത്ര വലിയ ഡയറക്ടറാ, അങ്ങയെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. ശരിയാ ശരിയാ, എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും. ട്രീ ഹൗസ് ബ്രില്യന്റ് ഐഡിയ ആണ്. യാ, ഇതെന്തായാലും നല്ലൊരു ഐഡിയ തന്നെയാണ്. ഐ ആം ഹാപ്പി. ആൻഡ് ആക്ഷൻ. അയ്യോ എന്റെ ദൈവമേ, ഇതാ ഇടിയും മഴയും വരുന്നു. ട്രീ ഹൗസ് ഞാൻ എങ്ങനെ നിർമ്മിക്കും? എന്റെ ബായ്, തന്നെ ഞാൻ സഹായിക്കാം. ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? കാരണം ഞാൻ കഴിക്കുന്നത് മുഞ്ചു പഞ്ചാമൃതം. താനും കഴിക്ക്. ശക്തി അധികരിക്കണമെങ്കിൽ മുണ്ടു പഞ്ചാമൃതം. താനെന്തായാലും വലിയ ഒരു മോഡലായി മാറും. എന്റെ ബായ്, ഇതിലേക്ക് എന്താ ഉള്ളേ? താങ്ക് യു. എല്ലാം നന്നായിട്ട് കഴിഞ്ഞു. ഐ ആം ഹാപ്പി. എന്റെ ബായ്, താങ്ക് യു. ബണി, തന്റെ ഐഡിയയും പോപ്പറ്റിന്റെ ആക്ടിങ് കൊണ്ട് എന്റെ ആദ്യത്തെ ആഡ് നടന്നിരിക്കുകയാണ്. തോത്തറമേ, കൂട്ടുകാർ ചെയ്യേണ്ട പണിയാണ് ചെയ്തത്. സംശയമുണ്ടോ? ഹായ്, ആ ഡയറക്ടർ പറയാണ് അടുത്ത ആഴ്ച 2 ആട് കൂടി ഉണ്ടത്രേ. എന്ത് പറയാം? വേണോ വേണ്ടേ? ഓക്കേ എന്ന് പറഞ്ഞേക്ക്.